ഹായ് എവരി വൺ, വെൽക്കം ടു ദ ചാനൽ. നിങ്ങളിപ്പോൾ കേട്ടറ്റ് എക്സാമിനായിട്ട് പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി ഇവരുടെ തിയറീസൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള MCQs ഒന്ന് ചെയ്ത് നോക്കാം. എക്സാമിന് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായി ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യുന്നതിനും ഉത്തരത്തിലേക്ക് എത്തുന്നതിനും ഈ രീതിയിലുള്ള MCQs ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഹാളിലുണ്ടാകുന്ന കൺഫ്യൂഷൻസും സ്ട്രെസ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള മോർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള MCQs ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഏവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു. അപ്പോൾ കേട്ടറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി പെഡഗോഗി പാർട്ടിൻ്റെ വീഡിയോസ് സിലബസ് ബേസ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 3rd വീഡിയോ ആണ്. ബാക്കി ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. വരുന്ന ദിവസങ്ങളിലായിട്ട് ബാക്കി വീഡിയോസും കൂടെ ഓരോ ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. Okay, first question. According to Piaget, which process primarily explain how new experiences are integrated into existing cognitive structure? പുതിയ എക്സ്പീരിയൻസിനെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിലോട്ട് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു? അക്കോമഡേഷൻ, അസിമിലേഷൻ, ഇക്വലിബ്രേഷൻ, ഇൻറ്റേർണലൈസേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അസിമിലേഷൻ ആണ്. എക്സിസ്റ്റിംഗ് സ്കീമിനോട് പുതിയത് കൂട്ടിച്ചേർക്കുന്നത് അസിമിലേഷനും അതനുസരിച്ചിട്ട് സ്കീമാസിൽ മോഡിഫിക്കേഷൻ ഉണ്ടാവുന്നത് അക്കോമഡേഷനുമാണ്. ഓക്കെ, ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ് ന്യൂ എക്സ്പീരിയൻസ് ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമാസ്, അതാണ് അസിമിലേഷൻ. അക്കോമഡേഷൻ, ചേഞ്ചസ് ഇൻ സ്കീമാസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cognitive conflict plays a crucial role in Piaget's theory because it reinforces learned behavior, maintains equilibrium, leads to disequilibrium and restructuring, strengthen condition. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കോഗ്നിറ്റീവ് കോൺഫ്ലിക്റ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ പിയാഷെസ് തിയറി. ഇപ്പോൾ ഒരു കോഗ്നിറ്റീവ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഗ്രാജുവലി എന്താണ് ഒരു ഡിസിക്വലിബ്രേഷൻ വരുന്നു, ദെൻ റിസ്ട്രക്ചറിങ് ഉണ്ടാവുന്നു. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഡിസിക്വലിബ്രിയം, അക്കോമഡേഷൻ, ദെൻ അറ്റൈൻ ടു ഇക്വലിബ്രിയം കണ്ടീഷൻ. Okay, next question. Consider the following statements about Piaget's concrete operational stage. ഇപ്പോൾ പിയാഷെയുടെ ഓരോ സ്റ്റേജസും ആ സ്റ്റേജിൻ്റെ ഏജ് ലിമിറ്റ്, ഏജ് റേഞ്ച്, അതുപോലെ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ ഉണ്ടാവുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പോസിബിൾ, അബ്സ്ട്രാക്ട് റീസണിങ് ഈസ് വെൽ ഡെവലപ്ഡ്, കൺസർവേഷൻ ഈസ് അച്ചീവ്ഡ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 and 2 ഓൺലി, 1 and 3 ഓൺലി, 2 and 3 ഓൺലി, 1, 2 and 3. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 and 3 ഓൺലി. അതായത് ലോജിക്കൽ ഓപ്പറേഷൻസ് പോസിബിൾ ആണ്, കൺസർവേഷൻ ഈസ് അച്ചീവ്ഡ്. അത് രണ്ടും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ അബ്സ്ട്രാക്ട് റീസണിങ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഫോർമൽ ഓപ്പറേഷനിലാണ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ട് റീസണിങ് ബിലോങ്സ് ടു ഫോർമൽ ഓപ്പറേഷൻ, നോട്ട് കോൺക്രീറ്റ് സ്റ്റേജ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following best represent a limitation of Piaget's theory for an educational viewpoint? എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്, അതുപോലെ അതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രിറ്റിസിസംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓപ്ഷൻസ് നോക്കാം. നെഗ്ലെക്റ്റ് ഓഫ് ഇൻ്റലിജൻസ്, അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ, എക്സസീവ് എംഫസൈസ് ഓൺ റീഎൻഫോഴ്സ്മെൻറ്റ്, റിജക്ഷൻ ഓഫ് സ്റ്റേജസ്. അപ്പോൾ പിയാഷെയുടെ തിയറിക്ക് കൂടുതലായിട്ട് വന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. പിയാഷെയുടെ കോൺസെപ്റ്റിൽ സോഷ്യൽ ഇൻട്രാക്ഷന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ മേജർ ലിമിറ്റേഷൻ. പിയാഷെ ഗേവ് ലിമിറ്റഡ് ഇമ്പോർട്ടൻസ് ടു കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ മീഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. In Kohlberg's theory,
Moral reasoning based on social approval, maintaining relationship is characteristics of. അപ്പോൾ കോൾബർഗിൻ്റെ സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ സോഷ്യൽ അപ്രൂവൽ ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേജ് 2, സ്റ്റേജ് 3, 4 ആൻഡ് 5. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേജ് 3യിലാണ്. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ സൊസൈറ്റിയുടെ സോഷ്യൽ അപ്രൂവലിനെ ബേസ് ചെയ്തിട്ടാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ വരുന്നത്. Then next question number 6. Which feature distinguishes Kohlberg moral development theory from behaviorist view of morality? Which feature distinguish Kohlberg moral development theory from behaviorist view of morality? Emphasis on punishment, focus on moral behavior, emphasis on moral reasoning, use of reinforcement. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് കോൾബർഗിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് മോറൽ റീസണിങ്ങിനാണ്. ബിഹേവിയറിനേക്കാൾ കൂടുതൽ മോറൽ റീസണിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കോൾബർഗ് സ്റ്റഡീഡ് വൈ പീപ്പിൾ ഡിസൈഡ് നോട്ട് വാട്ട് ദേ ഡു. ഓക്കെ, ആക്ടിവിറ്റിയേക്കാളും റീസണിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് കോൾബർഗ് തിയറി. Moral development proceeds to invariant stages. Moral reasoning is culturally universal. Moral reasoning is more important than moral behavior. അപ്പോൾ കോൾബർഗിൻ്റെ തിയറി അനുസരിച്ചിട്ട് ഇതിലേതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 and 2 only, 1 and 3 only, 2 and 3 only, 1, 2, 3. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 and 3 only ആണ്. അതായത് മോറൽ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ടു ഇൻവാരിയൻറ്റ് സ്റ്റേജസ്. അതുപോലെ തന്നെ മോറൽ റീസണിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മോറൽ ബിഹേവിയർ. യൂണിവേഴ്സാലിറ്റി ഈസ് ക്രിട്ടിസൈസ്ഡ്. സ്റ്റേജസ് ആർ റീസണിങ്, ഫോക്കസ് ഓൺ കോർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Vygotsky's concept of internalization refers to learning without guidance, biological maturation, transformation of social process into mental processes, conditioning of behavior. So answer option C ആണ്, transformation of social processes into mental processes. സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് ഇൻറ്റേർണൽ മെൻ്റൽ ഫങ്ഷനായിട്ട് ഇൻറ്റേർണലൈസേഷൻ പ്രോസസ്സ് വഴി ഇപ്പോൾ സൊസൈറ്റിക്ക് സോഷ്യലൈസേഷൻ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുവഴിയാണ് നമ്മുടെ മെൻ്റൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ മെൻ്റൽ ഫങ്ഷൻസിൻ്റെ ഇൻറ്റേർണലൈസേഷൻ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ വൈഗോട്സ്കീസ് തിയറി? ലാംഗ്വേജ് റിഫ്ലക്ട് തിങ്കിങ്, ലാംഗ്വേജ് ഡെവലപ്പ് ആഫ്റ്റർ കൊഗ്നിഷൻ, ലാംഗ്വേജ് ഷേപ്പ് ആൻഡ് ട്രാൻസ്ഫോം തിങ്കിങ്, language is unrelated to learning. So answer option C ആണ്, language shapes and transform thinking. Okay, language shapes and transform thinking ആണ് ഈ കൊടുത്തിരിക്കുന്നതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. Language is a psychological tool for cognitive development. The next question number 10. A teacher provides hints initially and gradually withdraws support as a learner gains competence. This best illustrates discovery learning, conditioning, scaffolding, assimilation. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്കാഫോൾഡിംഗ് ആണ്. കോർ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി വിത്തിൻ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സ്കാഫോൾഡിംഗ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം വൈഗോട്സ്കിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ തുടക്ക സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് ടീച്ചർ കുറച്ച് ഹിൻസ് കൊടുത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുകയും പിന്നീട് അത് ഗ്രാജുവലി വിത്ഡ്രോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. Which concept is common to both Piaget and Vygotsky but interpreted differently? Reinforcement, egocentrism, active learner, moral reasoning. അപ്പോൾ ഇതിൽ വൈഗോട്സ്കിയും
പിയാഷെ കോൺസെപ്റ്റ് രണ്ടിലും കോമൺ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആക്റ്റീവ് ലേണറാണ്. അതായത് കൺസ്ട്രക്റ്റീവ്സ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾസ്. ബോത്ത് വ്യൂ ലേണേഴ്സ് ആർ ആക്റ്റീവ് ബട്ട് പിയാഷെ ഇൻഡിവിജ്വൽ ഡിസ്കവറി ആയിരുന്നു. വൈഗോട്സ്കി ആണെങ്കിൽ സോഷ്യൽ മീഡിയേഷൻ ആണ്. സോഷ്യൽ ഇൻട്രാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് question number 12. A child can solve a problem only with peer support but not independently. According to Vygotsky, this ability lies within actual development level, zone of proximal development, formal operational stage, readiness level. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നതും ഒപ്പം തന്നെ മറ്റൊരു ഹെൽപ്പോട് കൂടി മോർ നോളജബിൾ ആയിട്ടുള്ള അതേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ സാധിക്കുന്നതും തമ്മിലുള്ള ഗ്യാപ്പാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് വിത്ത് അസിസ്റ്റൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് ഈസ് മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് വൈഗോട്സ്കീസ് തിയറി? മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ ഡ്രിൽ പ്രാക്ടീസ്, ലെക്ചർ ബേസ്ഡ് ടീച്ചിങ്, കോപ്പറേറ്റീവ് ലേണിംഗ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. വൈഗോട്സ്കിയുടെ കോൺസെപ്റ്റ് സോഷ്യൽ ഇൻട്രാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ ഇൻട്രാക്ഷനോട് അടുത്ത് നിൽക്കുന്ന ഒരു മെത്തേഡാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് കൊളാബറേഷൻസ് ആർ സെൻട്രൽ in the Vygotsky's concept. Then next question number 14. From a cultural perspective, Piaget's stages are challenged mainly because they ignore biological factors, are too flexible, underestimate children's abilities, emphasize culture. Piaget's stages are challenged mainly because option C അണ്ടർഎസ്റ്റിമേറ്റ് ചിൽഡ്രൻസ് എബിലിറ്റി. പിയാഷെയുടെ കോൺസെപ്റ്റ് ഒരു യൂണിവേഴ്സൽ ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. ഓരോ ഏജ് റേഞ്ച് വെച്ചിട്ടാണ്, ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് ഏജ് റേഞ്ച് വെച്ചിട്ടാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. സോ കുട്ടികളുടെ എബിലിറ്റീസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓവർ എക്സ്പെക്റ്റേഷൻസ്, എല്ലാ കുട്ടികളുടെയും റെഡിനെസ് അല്ലെങ്കിൽ മെച്യൂറേഷൻ ലെവൽ സെയിം ആവണമെന്നില്ല. അപ്പം അതാണ് മെയിനായിട്ടുള്ളൊരു ചാലഞ്ചായിട്ട് പിയാഷെയുടെ കോൺസെപ്റ്റിൽ വന്നത്. Next question number 15. The most appropriate combined implication of Piaget, Kohlberg and Vygotsky for classroom teaching is uniform instruction for all learners, teacher-centered instruction, developmentally, morally and socially responsive teaching, examination-oriented teaching. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡെവലപ്മെൻ്റലി, മോറലി ആൻഡ് സോഷ്യലി റെസ്പോൺസീവ് ടീച്ചിങ് ആണ് വരുന്നത്. ഇഫക്റ്റീവ് ടീച്ചിങ് ഇൻ്റഗ്രേറ്റ് കൊഗ്നിറ്റീവ് സ്റ്റേജ്, മോറൽ റീസണിങ് ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇതിൽ കൊഗ്നിറ്റീവ് സ്റ്റേജസിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് പിയാഷെയുടെ കോൺസെപ്റ്റ്, മോറൽ റീസണിങ് ബേസ്ഡ് ഓൺ കോൾബർഗ് കോൺസെപ്റ്റ്, സോഷ്യൽ കോണ്ടെക്സ്റ്റ് വൈഗോട്സ്കി. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എക്സാമിനേഷന് പലപ്പോഴും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് MCQs ഒക്കെ ചെയ്ത് നോക്കുന്നത് ഇത്തരം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്